നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിനു കീഴിലുള്ള നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിൽ സയന്റിസ്റ്റ് ആകാൻ അവസരം വന്നിരിക്കുന്നു. ഇന്ത്യയിലെ സർക്കാർ മേഖലയിൽ വിവര സാങ്കേതിക സേവനങ്ങൾക്കും ടെലികമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യയ്ക്കും അടിസ്ഥാന സൗകര്യമൊരുക്കുന്ന സ്ഥാപനമാണ് ഇത്. IT ഡിജിറ്റലൈസേഷൻ രംഗത്ത് ഗവേഷണം നടത്തുന്ന ഇവിടെ വിവിധ ശാസ്ത്രജ്ഞന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും നിയമിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഡാറ്റാ സയൻസ് ആൻഡ് AI എന്നീ ശാഖകളിൽ സയന്റിസ്റ്റുകളുടെ 243 ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. നിയമനം നേരിട്ടാണ്. ഇതിലേക്കുള്ള അപേക്ഷകൾ ഏപ്രിൽ 24-നകം ഓൺലൈനായി നൽകേണ്ടതാണ്. ഒഴിവുകൾ ഇങ്ങനെയാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT 168 ഒഴിവുകളുണ്ട്. ഡാറ്റാ സയൻസ് ആൻഡ് AI 50 ഒഴിവുകൾ. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് 25 ഒഴിവുകളാണ് ഉള്ളത്. അപേക്ഷാ യോഗ്യത ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്കിംഗ്, സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ സിസ്റ്റം, IT, ഇൻഫർമാറ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സൈബർ ലോ, അനുബന്ധ വിഷയങ്ങളിലൊന്നിൽ BTech, MTech, MSc, MCA അല്ലെങ്കിൽ തത്തുല്യ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം. ഇത് 2024, 25, 26 വർഷത്തിൽ ഏതിലെങ്കിലും ഒരു വർഷത്തേത് മതി. ഗേറ്റ് ടെസ്റ്റ് പേപ്പറിലെ യഥാക്രമം കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, ഡാറ്റ അനലിറ്റിക്സ് എന്നിവയിൽ നിന്നായിരിക്കണം ഇതുണ്ടായിരിക്കേണ്ടത്. പ്രായം 31/3/2026 തീയതി കണക്കാക്കി ഉയർന്ന പ്രായം 30 വയസ്സാണ്. പിന്നാക്ക പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ യഥാക്രമം 3, 5, 10 വയസ്സ് ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാരിൽ പിന്നാക്ക പട്ടിക വിഭാഗക്കാർക്ക് യഥാക്രമം 43 വയസ്സ്, 45 വയസ്സ് വരെ അർഹതയുണ്ട്. കേന്ദ്ര സർവീസിൽ നിന്നുമുള്ള അപേക്ഷകരിൽ ജനറൽ അല്ലെങ്കിൽ പിന്നാക്കം, പട്ടിക വിഭാഗം എന്നിങ്ങനെയുള്ളവർക്ക് 35, 38, 40 എന്നിങ്ങനെ വയസ്സുവരെ അപേക്ഷിക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണെന്ന് പറയാം. അപേക്ഷകരുടെ ഗേറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി ഇൻ്റർവ്യൂവിന് വിളിക്കും. 2024, 25, 26 എന്നീ വർഷങ്ങളിലെ സ്കോറിന് തുല്യ പരിഗണനയാണ് ഉണ്ടാകുക. ഇൻ്റർവ്യൂവിന് 50 മാർക്കാണ്. സാങ്കേതിക, അക്കാദമിക് പരിജ്ഞാനം, ആശയവിനിമയത്തിനുള്ള കഴിവ് തുടങ്ങിയവ വിലയിരുത്തുന്ന അഭിമുഖത്തിന് 50% മാർക്ക് ലഭിക്കണം. സംവരണ വിഭാഗക്കാർക്ക് 40% മതി. ഗേറ്റ് സ്കോർ, ഇൻ്റർവ്യൂ മാർക്ക് എന്നിവ യഥാക്രമം 60:40 എന്ന റേഷ്യോയിൽ കണക്കാക്കി അന്തിമ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കും. ശമ്പള സ്കെയിൽ 56,100, 1,77,500 രൂപ എന്നിങ്ങനെയായിരിക്കും. കേന്ദ്ര നിരക്കിലുള്ള മറ്റെല്ലാ അലവൻസുകളും ആനുകൂല്യങ്ങളും വേറെയും ലഭിക്കും. ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ അവസരമുണ്ട്. മറ്റു വിവരങ്ങൾ: വിജ്ഞാപനത്തിലെ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപേക്ഷാ ഫീസ് 800 രൂപ. വനിതകൾ, പട്ടിക, ഭിന്നശേഷി വിഭാഗക്കാർ എന്നിവർക്ക് ഫീസ് ഇല്ല. ഒന്നിൽ കൂടുതൽ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ഓരോന്നിനും 800 രൂപ വീതം നൽകേണ്ടതാണ്. വിവരങ്ങൾക്ക് www.recruitment.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്